പ്രിയപ്പെട്ടവരെ, കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ 8ാം പതിപ്പിലെ ആദ്യ സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒന്നാമത്തെ സെഷൻ്റെ ഈ വേദി സാധാരണയിൽ നിന്നും സവിശേഷമായ ഒരു ഇരിപ്പാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട സംഘാടകരായിട്ടുള്ള ആളുകളാണ് വേദിയിലുള്ളവർ. അതോടൊപ്പം തന്നെ കോഴിക്കോടിൻ്റെയും കേരളത്തിൻ്റെയും തന്നെ ചില സവിശേഷമായ പ്രാതിനിധ്യങ്ങളുമാണ്. അതങ്ങനെ പറയാനുള്ള കാരണം, ഇത് സാധാരണ നമ്മുടെ KLF നടക്കുന്നത് പോലെയുള്ള ഒരു സംവാദവേദിയല്ല, മറിച്ച് മഹാനായ MTയുടെ ശാരീരികമായ അഭാവത്തിൽ നടക്കുന്ന ആദ്യത്തെ KLFലെ ആദ്യത്തെ സെഷൻ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെയും സാംസ്കാരിക കേരളത്തിൻ്റെയും ഓർമ്മപ്പൂക്കൾ അർപ്പിക്കുന്ന ഒരു ചടങ്ങായിക്കൊണ്ടാണ് ഈ സെഷനെ ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് ഒരു സംവാദത്തിലുണ്ടാകുന്നത് പോലെയുള്ള വിഷയാവതരണമോ സംസാരമോ അല്ല, നേരെ മറിച്ച് സച്ചിദാനന്ദ മാഷ പോലെയുള്ള കേരളത്തിൻ്റെ സാംസ്കാരിക പ്രാതിനിധ്യത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരാൾ, കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഡയറക്ടർ കൂടിയായിട്ടുള്ള മാഷ് MTയെ ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ KLFലെ MT എന്ന രീതിയിൽ തന്നെ അത് മാഷ് സംസാരിക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു. MM ബഷീർ മാഷാണ് മറ്റൊന്ന്. മലയാള സാഹിത്യത്തിന്, സവിശേഷമായും കഥാസാഹിത്യത്തിന്, കഥാനോവൽ സാഹിത്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള സംഭാവനകൾ നൽകിയിട്ടുള്ള, പഠനങ്ങൾ നടത്തിയിട്ടുള്ള, നിരൂപണങ്ങൾ നടത്തിയിട്ടുള്ള, വലിയ രീതിയിലുള്ള ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന ഒരാളാണ് MM ബഷീർ മാഷ്. മാഷാണ് ഈ വേദിയിൽ MTയെ അനുസ്മരിച്ചുകൊണ്ട് സംസാരിക്കുന്ന മറ്റൊരാൾ. കോഴിക്കോട് നഗരത്തിൻ്റെ കൂടി ട്രിബ്യൂട്ടായി മാറുകയാണ് മേയർ ഇതിൽ സംസാരിക്കുമ്പോൾ. തീർച്ചയായും മേയർക്ക് അദ്ദേഹത്തിനുള്ള വ്യക്തിപരമായ അനുഭവങ്ങളൊക്കെ ഒരുപാട് പങ്കുവെക്കാനുണ്ടാവും. അത്തരമൊരവസരമാണിത്. അതോടൊപ്പം തന്നെ പ്രതിഭട്ടൻ, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എല്ലാവരുടെയും പ്രതിനിധിയാണ്. ഈ KLFൻ്റെ സംഘാടന സമിതിയുടെ ചെയർമാനാണ്. ആ ഒരു രീതിയിലാണ് ഈ സെഷനെ ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട് മഹാനായ MTക്ക് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരു KLFനെ തന്നെ സമർപ്പിച്ചുകൊണ്ട് സംസാരം തുടങ്ങുന്നതിന് വേണ്ടി ബഹുമാന്യനായ സച്ചിദാനന്ദ മാഷോട് അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സഹപാനലിസ്റ്റുകളെ, പ്രിയ സുഹൃത്തുക്കളെ, ശ്രീ ഹക്കീം പറഞ്ഞതുപോലെ MTയുടെ ഭൗതികമായ അഭാവത്തിൽ നടക്കുന്ന ആദ്യത്തെ കേരള സാഹിത്യോത്സവമാണ് ഇത്. അതുകൊണ്ട് തന്നെ MTയെ അനുസ്മരിച്ചുകൊണ്ട് ഇത്തരമൊരു ഉത്സവം ആരംഭിക്കുക എന്നത് വളരെ പ്രധാനവും പ്രസക്തവുമാണ്. MTയെക്കുറിച്ച് ഇനി പറയാനൊന്നും ബാക്കിയില്ലാത്ത വിധത്തിൽ അനേകം വാരികകളും മാസികകളും ധാരാളമായി അദ്ദേഹത്തെക്കുറിച്ച് എഴുതി കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ നോവലുകൾ, കഥകൾ, ഇതര പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ വിശദമായ ചർച്ചയ്ക്ക് സെമിനാറുകളിലും ലേഖനങ്ങളിലും കൂടി വിധേയമായിട്ടുണ്ട്. ഒന്ന് രണ്ട് വൈയക്തികമായ കാര്യങ്ങളും അദ്ദേഹത്തെക്കുറിച്ച് പൊതുവായ ചില കാര്യങ്ങളും 5-8 മിനിറ്റ് കൊണ്ട് പറയുക മാത്രമാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. വ്യക്തിപരമായി എനിക്ക് ഏറ്റവും അധികം കൃതജ്ഞതയുള്ള മലയാളത്തിലെ എഴുത്തുകാരിൽ ഒരാൾ അഥവാ എഴുത്തുകാരൻ തന്നെയായിരുന്നു MT എന്ന് പ്രത്യേകം പറയേണ്ടതുണ്ട്. കാരണം ഞാൻ MA പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെയാണ് എൻ്റെ ആദ്യ സൃഷ്ടി, അതൊരു കവിതയായിരുന്നില്ല, അതൊരു ലേഖനമായിരുന്നു. അയ്യപ്പ പണിക്കരുടെ പുരൂരവസ് എന്ന കവിതയെക്കുറിച്ചുള്ളൊരു പഠനമായിരുന്നു മാതൃഭൂമി പ്രസിദ്ധീകരിക്കുന്നത്.
അതിനെക്കുറിച്ച് സവിശേഷമായ ഓർമ്മകൾ എനിക്കുണ്ട്. അതിലെ ഏതോ മിത്തിൽ അതിനെ വിവരിക്കുന്നതിൽ എവിടെയോ ഒരു ചെറിയ തെറ്റുണ്ടായിരുന്നത് കുട്ടിക്കൃഷ്ണമാരാർ ചൂണ്ടിക്കാണിച്ചപ്പോൾ അവിടെ നേരിട്ട് പ്രസിദ്ധീകരിക്കുന്നതിന് പകരം MT ആ കത്ത് എനിക്ക് അയച്ചു തരികയും എനിക്കെന്തെങ്കിലും മറുപടി ഉണ്ടെങ്കിൽ അതോടുകൂടി പ്രസിദ്ധീകരിക്കാമെന്ന് പറയുകയും ചെയ്തു. അത് അദ്ദേഹത്തിൻ്റെ മാന്യതയ്ക്കും ഉദാരതയ്ക്കുമുള്ളൊരു വലിയ ഉദാഹരണമായാണ് എനിക്ക് തോന്നുന്നത്. കേവലം 21-22 വയസ്സുള്ള ഒരാളുടെ ലേഖനത്തിന് കിട്ടിയ വലിയൊരു പണ്ഡിതനിൽ നിന്ന് കിട്ടിയ ഒരു ചെറിയ വിമർശം പോലും ആ ആളുടെ സമ്മതമില്ലാതെ മറുപടിയില്ലാതെ പ്രസിദ്ധീകരിക്കുന്നത് ശരിയല്ല എന്ന അദ്ദേഹത്തിൻ്റെ തോന്നൽ ഒരു വലിയ സാഹിത്യാധ്യാപകന് സാഹിത്യ പത്രാധിപർക്ക് മാത്രമുണ്ടാകുന്നതാണ് എന്ന് ഞാൻ കരുതുന്നു. അതിനെ തുടർന്ന് MT പത്രാധിപരായിരുന്ന കാലത്ത് തന്നെയാണ് എൻ്റെ അനേകം കവിതകൾ രൂപാന്തരം എഴുത്തച്ഛൻ എഴുതുമ്പോൾ മുതൽ ഉള്ള അനേകം കവിതകൾ മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ചു വന്നത്. അതോടൊപ്പം ഞാൻ ലേഖനങ്ങളും അതിൽ എഴുതാൻ ആരംഭിച്ചു. അപ്പം എന്നെ ഒരു എഴുത്തുകാരനാക്കുന്നതിൽ മാതൃഭൂമിയും MTയും വളരെ വലിയ പങ്ക് നിശ്ചയമായും വഹിച്ചിട്ടുണ്ട്. മറ്റ് 1-2 ഓർമ്മകളുള്ളത്, ഒന്ന്, അദ്ദേഹം പല പല സ്ഥാനങ്ങൾ സ്വീകരിക്കുമ്പോൾ ഒക്കെ തന്നെ എന്നെ ഓർക്കുകയും വിളിക്കുകയും ചെയ്തു എന്നതാണ്. അദ്ദേഹം സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റായിരുന്നു, എൻ്റെ ഒരു മുൻഗാമി എന്ന് ഇപ്പോൾ വേണമെങ്കിൽ പറയാം. ആ കാലത്ത് സാഹിത്യ അക്കാദമിയിലെ പ്രധാന പരിപാടികളിലുള്ള ഒരു ഏതാണ്ട് സ്ഥിരം പ്രസംഗകനായിരുന്നു ഞാൻ. ഏറ്റവും പ്രധാനമായ പരിപാടികളിലാണ് എന്നെ വിളിക്കാറുള്ളത് എന്ന് ഞാൻ ഓർക്കുന്നു. അദ്ദേഹം അക്കാദമിയുടെ അധ്യക്ഷനായിരിക്കുമ്പോൾ തന്നെയാണ് എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ 5 സാഹിത്യ അക്കാദമി അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അതിൽ 2-3 MTയുടെ കയ്യിൽ നിന്നാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇതൊന്നും MT തീരുമാനിക്കുന്നതല്ല. എനിക്ക് അക്കാദമിയുടെ പ്രവർത്തനം നന്നായിട്ട് അറിയാം. ഒരു ജൂറി സ്വതന്ത്രമായി എടുക്കുന്ന തീരുമാനമാണ്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത് ഒരു വലിയ ബഹുമതിയായി തന്നെ ഞാൻ കാണുകയും ഓർക്കുകയും ചെയ്യുന്നു. പിന്നീട് അദ്ദേഹം തിരൂരിൽ എഴുത്തച്ഛൻ്റെ പേരിലൊരു സാംസ്കാരിക കേന്ദ്രം സ്ഥാപിച്ചപ്പോഴും അതിൻ്റെ സെമിനാറുകൾക്ക് എന്നെ വിളിക്കുകയും ഒരു തവണ തുഞ്ചൻ സ്മാരക പ്രഭാഷണത്തിന് എന്നെ വിളിക്കുകയും ചെയ്തു. ഇതെല്ലാം അദ്ദേഹവുമായി എന്നെ നിരന്തരമായി ബന്ധപ്പെടുത്തിക്കൊണ്ടിരുന്ന കാര്യങ്ങളാണ്. MTയെക്കുറിച്ച് പൊതുവേ ഉള്ള ഒരു ചിത്രം അധികമൊന്നും ചിരിക്കാത്ത ഗൗരവക്കാരനായ ഒരാൾ എന്നതാണ്. അത് അദ്ദേഹത്തിൻ്റെ തിരക്കുകൾ കൊണ്ട് വന്ന ഒരു കാര്യമാണ് എന്ന് ചിലർ മുൻപേ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അങ്ങനെ അല്ലാത്ത ഒരു MTയെ അല്ല, പലതവണ MTയെ ഞാൻ കണ്ടിട്ടുള്ളത്. ഒന്ന്, അദ്ദേഹവും NP മുഹമ്മദുമായി സംസാരിക്കുമ്പോഴാണ്. പൂർണ്ണമായ ആഹ്ലാദത്തോടെ ചിരിച്ചുകൊണ്ട്, അതൊരു വലിയ ആത്മബന്ധമായിരുന്നു അവർ തമ്മിലുണ്ടായിരുന്നത്. അവരെ പരസ്പരം സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. പിന്നീട് തൻ്റെ മകളുടെ വിവാഹം ഒരു നർത്തകനുമായി തീരുമാനിച്ചപ്പോൾ ചിരിച്ചുകൊണ്ടും വലിയ ആഹ്ലാദത്തോടു കൂടിയും മദിരാശിയിൽ വെച്ചാണ് അന്ന് ഞങ്ങൾ കണ്ടത്. അവിടെ വെച്ച് എന്നോട് പറയുന്ന ഒരു കാര്യവും ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു വലിയ സംഘാടകനായിരുന്നു. അത് എഴുത്തച്ഛൻ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ആയാലും ഈ സാഹിത്യ അക്കാദമിയുടെ ആയാലും. അക്കാദമിയിൽ ആദ്യമായി മലയാളികളല്ലാത്ത എഴുത്തുകാർ വരുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം അക്കാദമി പ്രസിഡൻ്റായിരുന്ന കാലത്താണ്. അതിൽ നിന്നൊക്കെയാണ് എന്നെ പോലുള്ള ആളുകൾ ചിലതൊക്കെ പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. എനിക്ക് ഓർമ്മയുണ്ട് അവിടെ മഹാശ്വേതാദേവി വന്നത്. അന്ന് ഞാൻ കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ ഇരിക്കുമ്പോൾ അവിടെ നിന്ന് ഒരുപാട് കവികളെ അയച്ചത്, സ്ത്രീ കവികളുടെ ഒരു വലിയ സംഗമം അദ്ദേഹം നടത്തിയപ്പോൾ ഒരുപാട് കവികൾ അയച്ചത്. അങ്ങനെയുള്ള ഒരുപാട് ഓർമ്മകൾ ഒരു സംഘാടകനായിരുന്ന MTയെക്കുറിച്ച് എനിക്കുണ്ട്. അദ്ദേഹം ഒരു വലിയ സാഹിത്യ പത്രാധിപരായിരുന്നു. ഒരു ലിറ്റററി എഡിറ്റർ എന്ന് പറയുന്ന ഒരു സാഹിത്യ പത്രാധിപർക്ക് ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ഗുണം തന്നെക്കാളും
മഹത്ത്, താൻ എഴുതിയതിനേക്കാളും മഹത്ത് എന്ന് തോന്നുന്ന ഒരു നോവലോ അല്ലെങ്കിൽ ഏത് രൂപമാണോ അവർ കൈകാര്യം ചെയ്യുന്നത്, അത് കഥയോ കണ്ടാലും അത് പ്രസിദ്ധീകരിക്കുക എന്നതാണ്. പല പത്രാധിപന്മാർക്കുമുള്ള ഒരു വലിയ പരിമിതി താൻ എഴുതിയതിനേക്കാൾ വലിയതും കൂടുതൽ നല്ലതുമാണെന്ന് അവർക്ക് തോന്നുന്ന രചനകൾ മാറ്റിവെക്കുക എന്നതാണ്. നേരെ മറിച്ച് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, മാതൃഭൂമിയിലൂടെ അദ്ദേഹം കൊണ്ടുവന്ന ഒരു വലിയ ആധുനികരുടെ തലമുറയെ. അവരുടെ തത്വചിന്ത വ്യത്യസ്തമായിരുന്നു, സാഹിത്യ സമീപനം വ്യത്യസ്തമായിരുന്നു, ഭാഷ വ്യത്യസ്തമായിരുന്നു. അപ്പം അതിലൂടെയാണ് അന്നത്തെ പ്രധാന എഴുത്തുകാർ ഉറൂബും ബഷീറും പോലുള്ള ആളുകളെ കൂടാതെ OV വിജയനും എം മുകുന്ദനും കാക്കനാടനും സേതുവും പുനത്തിൽ കുഞ്ഞബ്ദുള്ളയും അങ്ങനെ വരുന്നൊരു വലിയ തലമുറയെ മുഴുവൻ തന്നെ, സക്കറിയയും ഒക്കെ ഉൾപ്പെട്ടൊരു തലമുറയെ മുഴുവൻ തന്നെ മലയാള സാഹിത്യത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് മാതൃഭൂമിയിലൂടെ MT തന്നെയാണ്. എഴുത്തുകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ ബഷീർ മാഷ് സംസാരിക്കും. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അദ്ദേഹത്തിലൊരു പലരും വിചാരിക്കുന്നത് പോലെ ഒരേപോലെ എഴുതുന്ന ഒരാളായിരുന്നില്ല MT. 4 കെട്ടിൽ നിന്ന് 2-ാം ഊഴത്തിൽ നിന്ന് വാരാണസിയിലും ഒക്കെ എത്തുമ്പോഴേക്കും MT പരിണാമങ്ങൾക്ക് വിധേയമാകുന്നത്. അദ്ദേഹത്തിൽ ചില സ്ഥിരമായ ഘടകങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം വളരുന്നുണ്ട്, പുതിയ രീതിയിൽ മഹാകാവ്യങ്ങളെ വായിക്കാൻ ശീലിക്കുന്നുണ്ട്, തൻ്റെ യാത്രകളിൽ നിന്നുള്ള അനുഭവങ്ങൾ സ്വീകരിച്ച് തൻ്റെ കഥകളെ വളർത്തിയെടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് ചെറുകഥകളുടെ കാര്യവും. നിൻ്റെ ഓർമ്മയ്ക്ക് മുതലായ ആദ്യ കഥകളിൽ നിന്ന് കടുകണ്ണാവ അല്ലെങ്കിൽ ഷെർലക്ക്, ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ, ഇത്തരം കഥകളിൽ എത്തുമ്പോഴും അദ്ദേഹത്തിൻ്റെ രീതിയും ശൈലിയും ഒക്കെ കൂടുതൽ ആധുനികരുടെ രീതിയുമായി അടുത്തു വരുന്നത് നാം കാണുന്നുണ്ട്. അപ്പോൾ ഒരു സംഘാടകൻ എന്ന നിലയിൽ, ഒരു സാഹിത്യ പത്രാധിപർ എന്ന നിലയിൽ, ഒരു കോളമിസ്റ്റ്, നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാവും കിളിവാതിലൂടെ എന്ന അദ്ദേഹത്തിൻ്റെ സാഹിത്യ കോളമിസ്റ്റ് എന്ന നിലയിൽ, ഒരു വലിയ എഴുത്തുകാരൻ എന്ന നിലയിൽ, ഇങ്ങനെ അനേകം മാനങ്ങളുള്ള പല രീതിയിൽ ഉയരങ്ങൾ നേടിയ ഒരു മഹാനായ വ്യക്തി ആയിരുന്നു MT. ആ MTക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ശ്രീ ഹക്കീമിന് ഞാൻ മൈക്ക് കൈ. MT എന്ന പത്രാധിപരെയും വായനക്കാരനെയൊക്കെ നമുക്ക് വലിയ രീതിയിൽ തന്നെ സച്ചിമാഷ തൻ്റെ വ്യക്തിപരമായ ഓർമ്മകളിലൂടെ കൂടിയാണ് ഇവിടെ അനുസ്മരിച്ചത്. എങ്ങനെയാണ് MT എന്ന സാഹിത്യകാരൻ മലയാള സാഹിത്യ ലോകത്ത് നിലനിൽക്കാൻ പോകുന്നത് എന്ന് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ബഷീർ മാഷ് ഒന്ന് സംസാരിക്കും. പ്രിയപ്പെട്ട സഹോദരിമാരെ, സുഹൃത്തുക്കളെ, 56 വർഷത്തെ നീണ്ട ഒരു സൗഹൃദമാണ് എനിക്ക് MTയുമായിട്ടുണ്ടായിരുന്നത്. 1968 മുതൽ MTയെ എനിക്കറിയാം. ഞാൻ യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനായി വന്ന കാലത്ത് അദ്ദേഹം ആശുപത്രിയിലായിരുന്നു. ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ അവസാനം ആണ് എന്ന് പലരും പറഞ്ഞു കേട്ടു. വെള്ളിമാട് കുന്നിലെ നിർമ്മല ആശുപത്രിയിലാണ് അദ്ദേഹം കിടന്നത്. ഞാൻ യൂണിവേഴ്സിറ്റിയിലായിരുന്നു അന്ന് താമസിച്ചത്. ഞാൻ അവിടെ നിന്ന് ബസ് കയറി കോഴിക്കോട്ട് വന്ന്, കോഴിക്കോട്ട് നിന്ന് വെള്ളിമാട് കുന്നിലേക്ക് പോകുന്ന ബസ്സിൽ കയറി ആശുപത്രിയിൽ പോകുമായിരുന്നു. MTയെ ഞാൻ കാണാറില്ല. ഞാൻ അതിൻ്റെ ചുറ്റുപാടുമൊക്കെ 1 മണിക്കൂർ അവിടെ കറങ്ങി നടന്നിട്ട് തിരിച്ചു പോരും. ഞാൻ അദ്ദേഹത്തെ റൂമിനകത്ത് കയറി കാണാനേ പോയില്ല. ഞാൻ വന്ന കാര്യം ആർക്കും അറിയില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ ആശുപത്രിയിൽ പോകാറുണ്ടായിരുന്നു. ഒരു ദിവസം ഒരാൾ വന്ന് പറഞ്ഞു, MTക്ക് കാണണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ റൂമിനകത്തേക്ക് പോയി. എന്നോടൊന്നും സംസാരിച്ചില്ല. ഞാൻ കണ്ടു. ഞാൻ കൈക്ക് ചെന്ന് പിടിച്ചു. അപ്പോൾ അദ്ദേഹം ഒന്ന് അമർത്തി.
എം ടിയുടെ സ്നേഹം അങ്ങനെയാണ്. വർത്തമാനത്തിലൂടെ ഒന്നും അറിയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു നോട്ടം നോക്കും, ചിലപ്പോൾ ഒന്ന് കൈ പിടിച്ചൊന്ന് അമർത്തും, ചിലപ്പോൾ അദ്ദേഹം ഒന്ന് ചിരിക്കും, ഒരു ചെറിയൊരു ചിരി. അപ്പോൾ എൻ്റെ കൈ പിടിച്ച് അമർത്തി ഞാൻ തിരിച്ചു പോരുകയും ചെയ്തു. ഞാനൊരു ഏതാണ്ട് 1 മാസം അദ്ദേഹം ആശുപത്രിയിൽ കിടന്നു. ഒരു 10-15 ദിവസം ഞാൻ അവിടെ ഇങ്ങനെ പോയിട്ട് അദ്ദേഹത്തെ കാണാതെ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. അന്ന് മുതലുള്ള ഒരു ആഴത്തിലുള്ള ഒരു സ്നേഹം അദ്ദേഹത്തിന് എന്നോടുണ്ടെന്ന് എനിക്ക് തോന്നി തുടങ്ങി. അങ്ങനെ ഒരുപാട് വ്യക്തിപരമായ അനുഭവങ്ങൾ പറയാനുണ്ട്. അത് മറ്റൊരവസരത്തിലാകാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം കോഴിക്കോട് 80കളിൽ ക്ലാസിക് ബുക്ക് ട്രസ്റ്റ് എന്ന പേരിൽ ഒരു പ്രസാധന സംഘം ആരംഭിക്കുകയുണ്ടായി. അതിൻ്റെ ആദ്യത്തെ പുസ്തകം ബഷീറിൻ്റെ, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കാമുകൻ്റെ ഡയറി എന്ന ഡയറി കുറിപ്പുകളായിരുന്നു. അത് അനുരാഗത്തിൻ്റെ ദിനങ്ങൾ എന്ന പേരിലാണ് അത് പ്രസിദ്ധപ്പെടുത്തിയത്. ആ പേര് മാറ്റം MT ചെയ്തതാണ്. ആ പുസ്തകം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ട്രങ്ക് പെട്ടിയിൽ ഒളിപ്പിച്ച് വെച്ചിരുന്നതായിരുന്നു. ഞാനാണ് അതിൻ്റെ കീയൊക്കെ, ആ പെട്ടിയുടെ കീ കണ്ടെടുത്ത് അത് തുറന്ന് അതെടുത്ത് MTക്ക് അത് പകർത്തി ഏൽപ്പിച്ചത്. അപ്പോൾ MT അത് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തു. ആ കാലത്താണ് MT 2ാം ഊഴം എഴുതാൻ തുടങ്ങിയത്. ഏതാണ്ട് 7 വർഷക്കാലം അദ്ദേഹം ഈ 2ാം ഊഴം എഴുതുന്നതിന് വേണ്ടി വായന നടത്തിയിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അനേകം പുസ്തകങ്ങൾ, ഏതാണ്ട് ഒരു 100-150 പുസ്തകങ്ങൾ ഞാൻ പല അവസരങ്ങളിലായിട്ട് അദ്ദേഹത്തിന് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. മഹാഭാരതത്തെക്കുറിച്ചും ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ചും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ ആടയാഭരണങ്ങളെക്കുറിച്ചും ഭക്ഷണ രീതികളെക്കുറിച്ചുമൊക്കെയുള്ള അനേകം പുസ്തകങ്ങൾ അദ്ദേഹം ഇതിനു വേണ്ടി വായിച്ചിട്ടുണ്ട്. പലപ്പോഴും അദ്ദേഹം എന്നോട് പറയാറ്, എല്ലാ വൈകുന്നേരങ്ങളിലും ഞാൻ ക്ലാസിക് ബുക്ക് ട്രസ്റ്റിൽ പോവുകയും അദ്ദേഹം അവിടെ ഉണ്ടാവും. ഏതാണ്ട് 8 മണി വരെ അദ്ദേഹം അവിടെ ഉണ്ടാവും. മിക്കവാറും ദിവസങ്ങളിൽ ഞാനുണ്ടാവും, NB മുഹമ്മദ് ഉണ്ടാവും. ചില ദിവസങ്ങളിൽ പുനത്തൽ കുഞ്ഞബ്ദുള്ള വൈകുന്നേരത്ത്, വെള്ളിയാഴ്ച വൈകിട്ട് അദ്ദേഹം വരാറുമുണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരങ്ങളിൽ കാണുന്ന ഒരു അവസരമുണ്ടായിരുന്നു. അപ്പോൾ ഈ 2ാം ഊഴം എന്ന നോവൽ എഴുതുമ്പോൾ, ഒരു നോവല് സ്വന്തമായിട്ട് എഴുതുന്നതിനേക്കാൾ എത്രയോ കഠിനമായ അധ്വാനം അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു നോവൽ എങ്ങനെയാണ് എഴുതുക എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പറയും, ബഷീറെ, അതൊക്കെ പറയാൻ വിഷമമാണ്, അത് ബുദ്ധിമുട്ടാണ്, അത് ഒരു എഴുത്തുകാരൻ്റെ മനസ്സിൽ സ്വാഭാവികമായി രൂപം കൊണ്ടുവരുന്ന ഏതോ ഒരു രാസപ്രക്രിയയിൽ നിന്നാണ് കഥയും നോവലുമൊക്കെ എഴുതുന്നത്. അത് വിശദീകരിക്കാൻ വിഷമമാണ്. അതിനെക്കുറിച്ച് തന്നെ ഒരു പുസ്തകം എഴുതണമെന്ന് എനിക്കുണ്ട്. അത് മറ്റൊരവസരത്തിൽ എഴുതണമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കാഥികൻ്റെ പണിപ്പുര, കാഥികൻ്റെ കല തുടങ്ങിയ പുസ്തകങ്ങളിൽ ഏതാണ്ട് എഴുത്തിൻ്റെ രാസപ്രക്രിയകളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ MT സ്വന്തമായി ഒരു നോവൽ എഴുതുന്നതിനേക്കാൾ എത്രയോ ആഴത്തിൽ പഠിച്ചിട്ടാണ് 2ാം ഊഴം എഴുതിയത്. ഇതിവൃത്തം പ്രഖ്യാതമാകുമ്പോൾ എഴുത്ത് ദുഷ്കരമാകും. അതാണ് അതിൻ്റെ രീതി. സ്വന്തമായിട്ട് പെട്ടെന്ന് തോന്നി എഴുതുന്നത് പോലെ അല്ല ഒരു നോവൽ പ്രഖ്യാതമായ ഒരു ഇതിവൃത്തം സ്വീകരിച്ച് എഴുതുമ്പോൾ ഉണ്ടാവുന്നത് എന്ന് MT വാസുദേവൻ നായരുടെ ഓരോ ദിവസത്തെയും എഴുത്തിൻ്റെയും വായനയുടെയും രീതികൾ അടുത്ത് നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ള എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു നമ്മുടെ സാധാരണ രീതിയിലുള്ള അനുമാനങ്ങൾക്ക് അപ്പുറമാണ്. അത് ഏതോ വിദൂരമായ ശക്തിയിൽ നിന്ന് വരുന്നു. പ്ലേറ്റോ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, കവിത എവിടെ നിന്ന് വരുന്നു? ഫ്രം ഗോഡ്, ഫ്രം പർണസസ്, ദൈവത്തിൽ നിന്ന് വരുന്നതാണത്. ഏതാണ്ട് അത്തരത്തിലുള്ള ഒരു അനുഭവമാണ് ഈ MT 2ാം ഊഴം എഴുതുന്നതെന്ന അവസരത്തിൽ കൂടെ നിൽക്കാൻ സാധിച്ച എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സർഗാത്മക പ്രക്രിയകളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചുമൊക്കെ ധാരാളം പറയാനുണ്ട്.
അത് മറ്റൊരവസരത്തിലാകാം. ഇവിടെ സംസാരിക്കാൻ മറ്റു ചിലർ കൂടി ഉണ്ട്, അവർക്ക് കൂടി സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ മൈക്ക് ടീച്ചർക്ക് കൈമാറുന്നു. കോഴിക്കോടിൻ്റെ ഏറ്റവും വലിയ സമ്പന്നത എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ MT ഉള്ള കോഴിക്കോട് എന്ന് നമുക്കൊക്കെ അഭിമാനത്തോടുകൂടി പറയാമായിരുന്നു. MT ഇല്ലാതെ പോയ കോഴിക്കോടിനെ കുറിച്ച് കോഴിക്കോടിൻ്റെ മേയർ കൂടിയായിട്ടുള്ള ബീന ടീച്ചർ സംസാരിക്കും. ഇന്ന് നമ്മളെടുത്തൊരു തീം MT എന്ന 51 അക്ഷരം എന്നാണ്. ഹക്കീം എന്നോട് MTയുടെ ഭൗതിക സാന്നിധ്യം ഇല്ലാത്ത കോഴിക്കോട് അതിനെക്കുറിച്ച് പറയാനാണ് ആവശ്യപ്പെട്ടത്. പക്ഷെ ഞാൻ ആ 51 അക്ഷരം എന്ന തീം എന്തുകൊണ്ടാണ് ഈ ഒരു സെഷൻ എടുത്തത് എനിക്കൊന്ന് പൊക്കോട്ടെ, മോഡറേറ്ററുടെ പെർമിഷൻ വേണമല്ലോ. ഞാൻ അധ്യാപികയായിരുന്നു. 20 വയസ്സിൽ പഠിപ്പിക്കാൻ തുടങ്ങി. 56 വയസ്സ് റിട്ടയർ ചെയ്തിട്ടും വീണ്ടും 62 വയസ്സ് വരെ പല പല സ്കൂളുകളിലൊക്കെ ടീച്ചർമാർക്കും കുട്ടികൾക്കൊക്കെ ട്രെയിനിങ് കൊടുക്കാൻ പോയി. ഭാഷയും അക്ഷരങ്ങളും പഠിപ്പും കുട്ടികൾക്ക് വേണ്ടി പുസ്തകം സർക്കാരിന് വേണ്ടിയാകട്ടോ, ലാഭത്തിന് വേണ്ടി എഴുതിയ പുസ്തകങ്ങളല്ല. പുസ്തകം എഴുതിയ ഒക്കെ ഒരാളെന്ന നിലയിൽ 51 അക്ഷരം എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു എന്നുള്ളതാണ്. മലയാള ഭാഷയിൽ നമ്മളിപ്പോഴും പറയും ഈ 51 അക്ഷരം ചില്ലുകളും കൂടി കൂട്ടിയാൽ 56ആയി, കൂട്ടക്ഷരങ്ങൾ വേറെയും. അപ്പം അതിലേക്കൊന്നും പോകുന്നില്ല. എന്തായാലും 51 അക്ഷരം എന്നത് മലയാള ഭാഷയുടെ ഒരു കാലഘട്ടത്തെ, മലയാള ഭാഷയെ വായനക്കാർക്ക് പരിചിതമാക്കുക എന്ന് ഞാൻ പറയില്ല. അതിന് ഒരു തലത്തിലുള്ള ഒരു സംസ്കരിക്കപ്പെട്ട, അതോടൊപ്പം വള്ളുവനാടൻ ഛായയും ഇടയ്ക്ക് കോഴിക്കോട്ടെ മാപ്പിള മലയാളവും ഒക്കെ ചേർത്ത് മലയാളത്തിന് ഇത് ഇങ്ങനെയുള്ള ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് രൂപം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എല്ലാവർക്കും സ്വീകാര്യമായ ഒരു തലമുണ്ടെന്നും അതോടൊപ്പം ഇങ്ങനെയുള്ള വ്യത്യസ്ത പ്രദേശങ്ങളിലെ ഭാഷകളുണ്ടെന്നും ഒക്കെ നമ്മളെ പഠിപ്പിച്ച, നമ്മളറിയാതെ നമ്മളെ പഠിപ്പിച്ച എഴുത്തുകാരനാണ് വാസ്തവത്തിൽ MT. അതുകൊണ്ട് ആ 51 അക്ഷരം എന്നത് നമ്മളിൽ ഊട്ടി ഉറപ്പിച്ച ഒരു വ്യക്തിയാണ് MT. അദ്ദേഹത്തിൻ്റെ ബഹുമുഖ പ്രതിഭയായ MTയുടെ എല്ലാ നോവലുകളിലും അതുപോലെ ചെറുകഥകളിലും, ചെറിയ എനിക്കൊന്ന് കവിതയൊന്നും അധികമാരും വായിച്ചു കാണില്ല, അതിനപ്പുറത്തേക്ക് നമ്മളെയൊക്കെ പുതിയൊരു ലോകത്തിലേക്ക്, തിരക്കഥയുടെ പുതിയൊരു ലോകത്തിലേക്ക്, കാഴ്ചയ്ക്കപ്പുറത്തേക്കുള്ള വാക്കുകളുടെ ശക്തികളിലേക്ക് ഒക്കെ നമ്മളെ കൊണ്ടുപോയ മഹാനായ ആ ഒരു എഴുത്തുകാരൻ. ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്, പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്, പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. മലയാള സാഹിത്യത്തിലെ വൈജ്ഞാനികവും സാഹിത്യവുമായ എല്ലാ മേഖലയിലും കൈവച്ച ആ ഒരു MTയെ 51 അക്ഷരം സൂചിപ്പിക്കുന്നു. അതോടൊപ്പം പലപ്പോഴും നമ്മൾ മലയാള ഭാഷയെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പം 6 അല്ല 600 മലയാളമായി എന്നാണ് പറയണത്. ഇംഗ്ലീഷിലെ പദങ്ങൾ ചേർക്കാതെ സംസാരിക്കുക എന്നത് വളരെ ദുർഘടമായിട്ടുണ്ട് ഈ കാലത്ത്. അവിടെയും MTയുടെ പുസ്തകം വായിച്ചു നോക്കുമ്പോൾ കഴിയുന്നത്ര അങ്ങനെ ആ ഇംഗ്ലീഷ് പദങ്ങൾ ഉപയോഗിച്ചിട്ടേയില്ല. കാരണം അദ്ദേഹത്തിന് ഭാഷ അത്രമേൽ വഴങ്ങിയിരുന്നു. അതുകൊണ്ടാണ് ആ 51 അക്ഷരങ്ങളുടെ അധിപൻ എന്ന് നമുക്ക് മലയാള ഭാഷയിലെ ഈ കഥാകാരനെ വിളിക്കാൻ സാധിക്കുന്നത്. പുസ്തകം എഴുതുമ്പോൾ, മലയാളത്തിലെ പാഠപുസ്തകം എഴുതുമ്പോൾ, ഒരു കുട്ടി 1-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്ന് കരുതി പുസ്തകം എഴുതുമ്പോൾ വാസ്തവത്തിൽ ഈ 51 അക്ഷരങ്ങളും ചില്ലുകളും ഒക്കെ കുട്ടികൾ പറഞ്ഞെങ്കിലും ശീലിക്കാൻ വേണ്ടി പുസ്തകം പരിശോധിച്ച് അതിൽ 51 അക്ഷരങ്ങളും ചില്ലുകളും വന്നിട്ടുണ്ടോ, മിനിമം 51 അക്ഷരമെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കണം എന്നത് എഴുതുന്ന അധ്യാപകൻ്റെ ഉത്തരവാദിത്തമാണ്. ഇംഗ്ലീഷ് ഭാഷ ഒരു കാലത്ത് നമ്മുടെ ഇവിടെ പഠിപ്പിച്ചു തുടങ്ങിയത് 4-ാം ക്ലാസ്സിലായിരുന്നു. അപ്പോൾ ആദ്യത്തെ പുസ്തകം എഴുതിയപ്പോൾ അതിൽ ഇംഗ്ലീഷിൽ 26 ലിപികളെ കൊണ്ട് അവർ 44 വ്യത്യസ്ത ശബ്ദങ്ങൾ ഉണ്ടാക്കും. 44 ഏറെ ഉണ്ടാക്കും, പോട്ടെ, 44 എന്നതാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ 26 അക്ഷരം കൊണ്ട് 44 ശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന ഭാഷയും മലയാളവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ പുസ്തകം എഴുതുമ്പോൾ ഴ എന്ന് പറയുന്ന, നമുക്ക് ഴ ഉണ്ട്, നമ്മുടെ ഴായ അല്ല അത്, ഷ എന്ന് പറയുന്ന ഒരു ശബ്ദം വാസ്തവത്തിൽ കുട്ടി പഠിച്ചിരിക്കണം. അതിനുവേണ്ടി അന്വേഷിച്ച് കൊണ്ടുവന്ന ഒരു ചിത്രമാണ് ടെലിവിഷൻ. അപ്പോൾ അതിനകത്ത് ഴ എന്നാണ് പറയുന്നത് എന്ന് കുട്ടികൾക്ക് അധ്യാപകർ പറഞ്ഞു കൊടുക്കണം എന്ന്, അതിനുവേണ്ടിയാണ് ഇതിന് വെറും TV എന്ന് പറയാതെ ടെലിവിഷൻ എന്ന് നമ്മൾ എഴുതിയത് എന്നൊക്കെ ടീച്ചർമാരുടെ കൈപ്പുസ്തകത്തിൽ എഴുതിയ ഒരു പരിചയവും കൂടി എനിക്കുണ്ട്. അന്നൊക്കെ നോക്കാൻ വേണ്ടി വലിയ വലിയ മഹാരഥന്മാരാണ് വരിക.
NCERT എന്നൊക്കെ. അപ്പോൾ അവരോടൊക്കെ നമ്മളിങ്ങനെ ഓരോ കാര്യം ശ്രദ്ധിക്കുമ്പോൾ അവർക്കൊക്കെ അത്ഭുതമായിരുന്നു. അധ്യാപകരായ നമ്മളൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്ന് യു എ ഖാദറൊക്കെ അന്ന്, അല്ല യു എ ഖാദർ അല്ല, ഡോക്ടർ ഖാദർ എടുത്തു പറയുമായിരുന്നു NCERT എന്ന് വന്ന. അപ്പം ഞാൻ ഓർക്കുന്നത്, ഒരു ഭാഷ പഠിക്കാൻ തുടങ്ങുമ്പോൾ അതിലെ 51 അക്ഷരവും എഴുതിയിട്ടില്ലെങ്കിലും കേട്ടിട്ടെങ്കിലും അത് പറയാനുള്ള അവസരം ക്ലാസ് മുറികളിൽ കൊടുക്കണം. ഇതൊരു അടിസ്ഥാന തത്വമാണ്. അതിൽ നിന്നൊക്കെ വ്യതിചലിച്ച് ഇപ്പോൾ വായേ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞതുപോലെ പുസ്തകം എഴുതാൻ വരുന്നവർക്കൊന്നും തന്നെ ഇത്തരത്തിലുള്ള ഒരു ധാരണയൊന്നും ഇല്ലാത്ത കാലത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ, പുതുമ എന്തും നമ്മൾ സ്വീകരിക്കുമ്പോഴും അടിസ്ഥാനപരമായതിനെ നമ്മൾ എന്ത് ചെയ്യരുത്, അവഗണിച്ച് പോകരുത് എന്നതുകൊണ്ട് കൂടി ആയിരിക്കും ഒരു പക്ഷേ ഹക്കീമിനെ പോലുള്ള ആൾക്കാരൊക്കെ ചേർന്നിട്ടായിരിക്കുമല്ലോ ഈ വിഷയമൊക്കെ തിരഞ്ഞെടുത്തത്. ഹക്കീം അധ്യാപകനായതുകൊണ്ട് MT എന്ന 51 അക്ഷരം എന്ന് തിരഞ്ഞെടുത്തത് അതുകൊണ്ടായിരിക്കും. രണ്ടാമത് MTയുടെ വായനയെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. MTക്ക് എനിക്ക് തോന്നുന്നു, നമ്മൾ പറയും സാധാരണ വളരെ വിപുലമായി വായിക്കുന്ന, എനിക്ക് എല്ലാവരെയും ഒന്നും അറിയില്ലെങ്കിലും ഞാൻ കേട്ടിട്ടുള്ളത് ശരിയാണെങ്കിൽ കേസരി ബാലകൃഷ്ണപിള്ള ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള എല്ലാ ലോക സാഹിത്യത്തിലേക്ക് അതിലേക്ക് താല്പര്യമുള്ള ആളും വായിക്കുന്ന ആളായിരുന്നു. അതുപോലെ VKN അതുപോലുള്ള ഒരാളായിരുന്നു. എല്ലാം വശമായിരുന്നു VKN. അതുപോലെ തന്നെയാണ് M കൃഷ്ണൻ നായർ, മരിച്ചുപോയി അദ്ദേഹം. മറ്റേ നമ്മുടെ കലാകൗമുദിയിൽ ആദ്യം എന്തെഴുതിയിരുന്ന ആള് സാഹിത്യവാരഫലം കൃഷ്ണൻ നായർ എന്നാണല്ലോ നമ്മൾ അദ്ദേഹത്തെ പറയാം. അവരൊക്കെ വിശ്വസാഹിത്യവും ദേശീയ സാഹിത്യവും ഒക്കെ ഏറ്റവും പുതിയ പ്രസിദ്ധീകരണങ്ങൾ പോലും വായിച്ച് അത് മലയാളിക്ക് പരിചയപ്പെടുത്തി കൂടി തന്നവരായിരുന്നു. അവരെ പോലെ ഒരുപക്ഷെ അതൊന്നും പറഞ്ഞില്ലെങ്കിലും തൻ്റെ കൃതികളിലേക്ക് അദ്ദേഹം ആ വായനയെ കൊണ്ടുവന്നു. ബഷീർ മാഷ് പറഞ്ഞതുപോലെ രണ്ടാമൂഴം മഹാഭാരതത്തിലെ നമ്മളൊക്കെ വായിച്ച് നമ്മുടെയൊക്കെ ഉള്ളിൽ നമുക്ക് പരിചിതരായിട്ടുള്ള കുന്തിയെയും ഭീമനെയും പാഞ്ചാലിയെയും ഒക്കെ എത്ര വ്യത്യസ്തമായിട്ടാണ് MT അവതരിപ്പിച്ചതെന്നാണ് ഞാൻ അത്ഭുതപ്പെട്ട് വിസ്മയത്തോടെയാണ് ആ പുസ്തകം വായിച്ചു തീർത്തത്. മനസ്സിലുണ്ടായിരുന്ന എത്ര മിത്തുകളോ സങ്കല്പങ്ങളോ ഒക്കെയാണ് വീണുടഞ്ഞു പോയത്. വരം കിട്ടിയത് മനസ്സിൽ വിചാരിക്കുന്ന പുരുഷൻ്റെ കുഞ്ഞിനെ പ്രസവിക്കാനാണ് കുന്തിക്ക് വരം കിട്ടിയതെങ്കിലും രണ്ടാമൂഴത്തിൽ കുന്തിക്ക് കിട്ടിയ വരം എന്ന് നമ്മൾ വിശ്വസിക്കുന്നതിനെ ആകാശത്ത് നിന്ന് വിണ്ണിൽ നിന്ന് അദ്ദേഹം മണ്ണിലേക്ക് കൊണ്ടുവന്നു എന്നതാണ്. ഇവിടെ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും എന്നോട് ഞാൻ ഇതിനെപ്പറ്റി പറയുന്നില്ല. എങ്ങനെയാണ് കുന്തിക്ക് ഓരോ പുത്രന്മാരും ഉണ്ടായത് എന്നതിനെക്കുറിച്ച് രണ്ടാമൂഴത്തിൽ പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞ വിഗ്രഹഭഞ്ജകന, നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്ന എത്രയോ കാര്യങ്ങളെ തട്ടി ഉടച്ചു കളഞ്ഞു അദ്ദേഹത്തിൻ്റെ എഴുത്ത്. പക്ഷെ എന്തുകൊണ്ടോ വേണ്ട രീതിയിലൊന്നും അതിലൊരു ചർച്ചയൊന്നും വന്നില്ല എന്നത് അത്ഭുതപ്പെടുത്തുകയാണ്. MTക്ക് ഭയമില്ലായിരുന്നു. രണ്ടാം നിർമാല്യം ഞാൻ അന്നെഴുതി, ഇന്നാണെങ്കിൽ ഞാൻ എഴുതില്ലായിരുന്നു എന്ന് പറഞ്ഞു. അവിടെയും MT എന്ന വ്യക്തി എക്കാലവും ആകാശത്തിരുന്നവരെ ഒക്കെ എവിടേക്ക് കൊണ്ടുവന്നു? ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. വെളിച്ചപ്പാടിന് നമ്മൾ കൊടുത്തരുളിയിരുന്ന ആ ഒരു വലിയ ഭക്തിയുടെയും അതുപോലെയുള്ള വിശ്വാസത്തിൻ്റെയും, അത് അന്ധമാണോ ഇല്ലയോ എന്ന് ഞാൻ പറയുന്നില്ല, അവരവർക്ക് ആലോചിക്കാം. അവിടെ ഇത് എന്താണ് എന്ന് പച്ച മനുഷ്യരിലേക്ക് കൊണ്ടുവന്നു. അതുപോലെയല്ലേ കുന്തിയെ ഒരു പച്ച മനുഷ്യ സ്ത്രീയിലേക്ക് കൊണ്ടുവരുന്നു. അതോടൊപ്പം ഭീമനെ, ആ രണ്ടാമൂഴക്കാരനെ അതിൻ്റെ ഏറ്റവും വലിയ നായകനായിട്ടാണ് അവരുടെ കഥകളിൽ ഏറ്റവും ഒരു നായകനായി സങ്കല്പിക്കാൻ നമുക്ക് രണ്ടാമൂഴം വായിക്കുമ്പോൾ മനസ്സിലാവും. അന്നത്തെ കാലഘട്ടം, അന്നത്തെ ചിന്ത, ഇതിലൊക്കെ വിണ്ണിലിരുന്നവരെയൊക്കെ മണ്ണിലേക്ക് കൊണ്ടുവന്നു MT. നോക്കൂ, മലയാള ഭാഷയിലൂടെയാണ് ഇതൊക്കെ സാധിച്ചത്. ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് MT 51 അക്ഷരങ്ങളെ കൊണ്ട് നമ്മുടെയൊക്കെ മനസ്സിലെ ചിന്തകളെയൊക്കെ തട്ടി ഉടച്ച് അവിടെ മറ്റു ചില വിഗ്രഹമെന്ന് ഞാൻ പറയില്ല, മനുഷ്യനെ പ്രതിഷ്ഠിച്ചു എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ വടക്കൻ വീരഗാഥ, അതുപോലെ ഐരാവതി. ഇപ്പോൾ വായനയെക്കുറിച്ച് ഞാൻ പറഞ്ഞത്, ഐരാവതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൂനക്കാരിയാന്ന് തോന്നുന്നു. അവർ ഇതുപോലെ യുഗാന്ത നമ്മുടെ ഈ പല മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളെയും അവർ വീണ്ടും ഉദ്ഖനനം ചെയ്തെടുത്ത് മനുഷ്യരൂപത്തിലും നമ്മൾ കണ്ടിരുന്ന വായിച്ചറിഞ്ഞ രൂപത്തിൽ നിന്ന് മാറ്റി പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചവരാണ്. അതുപോലെയാണ് നമ്മുടെ MTയും ശ്രമിച്ചത്. അതുതന്നെയാണ് സിനിമയുടെ രൂപത്തിൽ വടക്കൻ വീരഗാഥയും നമ്മളോട് പറഞ്ഞത്. ബൈബിളിൽ ജേക്കബ് എന്ന പേരുണ്ടെങ്കിൽ തന്നെ ആൾക്കാർ സംശയിക്കും, ഇവൻ ചതിയനാണോ എന്ന്. കാരണം ആ കഥാപാത്രത്തിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് ബൈബിളിൽ. അതുപോലെയായിരുന്നു വടക്കൻ വീരഗാഥയിലെ ചന്തു, വടക്കൻ പാട്ടുകളിലെ ചന്തു. അപ്പോൾ ചൊളിച്ചന്തു, ചതിയൻ ചന്തു എന്നാണ് ഞാനും നിങ്ങളൊക്കെ പഠിച്ചത് ചെറിയ ക്ലാസ്സിൽ. എൻ്റെ പ്രായത്തിലുള്ളവരൊക്കെ പഠിച്ചു കാണും.
തച്ചോളി ചന്തു, ചതിയൻ ചന്തു എന്നാണ്. ചന്തു എന്ന് പേരിട്ട ആൾക്കാർ എന്തെങ്കിലും ചെറിയ കുഴപ്പം ചെയ്താൽ ഉടനെ ആൾക്കാർ ഓൻ്റെ പേരെന്നെ ചന്തു എന്നാണ്, ഓൻ ചതിക്കുന്ന അപ്പങ്ങൾ മനസ്സിലാക്കണ്ടേ എന്ന് ചോദിക്കുന്നതിന് മാത്രം വളരെയേറെ അന്ധമായ ചില രൂപങ്ങളും ചില മിത്തുകളും ഒക്കെ നമ്മുടെയൊക്കെ ഉള്ളിനുള്ളിലുണ്ടായിരുന്നു. അതിനെയെല്ലാം തച്ച് പൊട്ടിച്ചില്ലേ വടക്കൻ വീരഗാഥ. ഒരു തെറ്റും ചെയ്യാത്തവനായിരുന്നു ചന്തു എന്നും ചന്തുവെ എക്കാലവും ലോകം തെറ്റിദ്ധരിച്ചു എന്നും വിളിച്ചു പറഞ്ഞ വടക്കൻ വീരഗാഥ എന്ന സിനിമ അതിലെ തിരക്കഥ എഴുതിയത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഇനി ഈ ഒരു വെളിച്ചത്തിൽ നമ്മൾ അദ്ദേഹം എഴുതിയ കാലം മുതൽ ഇങ്ങോട്ട് വരുമ്പോൾ ബഷീർ മാഷ് പറഞ്ഞ വളരെ ശരിയാണ്. കാലത്തിനനുസരിച്ച് MTയും വളർന്നുകൊണ്ടേയിരുന്നു. ഷെർലക്ക് എന്നൊരു കഥ എഴുതിയപ്പോൾ എല്ലാ സാഹിത്യ പുസ്തകങ്ങളും വാഴ്ത്തിയത് ഉത്തരാധുനികതയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് MT വാസുദേവൻ നായരുടെ ഷെർലക്ക് എന്ന കഥ എന്നായിരുന്നു. ആ കഥ വാസ്തവത്തിൽ PG വുഡ്ഹൗസ്, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തോട് ഉപമിക്കാൻ പറ്റുന്ന ഒരാൾ VK എന്നായിരിക്കും, PG വുഡ്ഹൗസിനോട്. അപ്പോൾ PG വുഡ്ഹൗസിൻ്റെ കഥകളിൽ മുള്ളിനർ സീരീസ് പറഞ്ഞ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൽ ഇതുപോലൊരു ക്യാരക്ടറുണ്ട്. അതിലെ പൂച്ച വെബ്സ്റ്റർ എന്ന പൂച്ചയാണ്. വായിക്കാം കേട്ടോ, PG വുഡ്ഹൗസ് ആൾക്കാർക്കൊക്കെ വായിക്കാം. വെബ്സ്റ്റർ എന്ന പൂച്ച ഒരു ബിഷപ്പിൻ്റെ മരുമോൻ, നെവ്യൂ. അവനൊരു ജിപ്സി ആയിട്ട്, ഒരു ഹിപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്, ഒരു ബൊഹീമിയൻ ലൈഫ്. അപ്പോൾ ഈ പൂച്ച ബിഷപ്പെ ഏൽപ്പിച്ച് പോയതാ ഇവരെ നോക്കാൻ വേണ്ടി. അപ്പോൾ ഇയാൾ ഇടയ്ക്ക് അസാര അടിക്കും. അങ്ങനെ അടിക്കുമ്പോൾ പൂച്ച ഭയങ്കരമായിട്ട് ഇയാളെ ഭീഷണിയോടെ നോക്കും. അപ്പോൾ ഇയാൾക്ക് മനസ്സിലാവുന്നില്ല ഈ പൂച്ച എന്താ തുറച്ചു നോക്കുന്നതെന്ന്. ഒടുക്കം ഇയാളുടെ കയ്യിൽ നിന്ന് അറിയാതെ മദ്യം കുറച്ചിങ്ങനെ ഇതിലേക്ക് വീണപ്പോൾ മേശമ വീണു. പൂച്ച വന്നിട്ട് ഇങ്ങനെ അത് മുഴുവൻ നക്കി കുടിക്കുക. അപ്പോൾ ഇയാൾക്ക് മനസ്സിലായി പൂച്ചയ്ക്ക് എന്താ വേണ്ടതെന്ന്. ബിഷപ്പ് നല്ലോണം തണ്ണി അടിക്കും എന്നത് പറഞ്ഞില്ലെങ്കിലും ഇങ്ങനെ പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു കഥാപാത്രമായി വേറൊന്നായിട്ട് നേരത്തെ ഞാനിങ്ങനെ വിചാരിക്കുകയായിരുന്നു, മാഷൊക്കെ പറഞ്ഞത് ഒരു രസതന്ത്രം, ഒരു രാസപ്രക്രിയയിലൂടെയാണ് MT പറഞ്ഞതാണ്. എങ്ങനെയാണ് കഥ എഴുതുന്നത്, നോവൽ എഴുതുന്നതെന്ന് ബഷീർ മാഷ് ചോദിച്ചപ്പോൾ MT പറഞ്ഞല്ലോ, അത് വലിയ ഒരു രസതന്ത്രമാണ്, അതെനിക്ക് പറയാൻ വയ്യ, അതാണ് അതിൻ്റെ സത്യം. അതുകൊണ്ട് MT മോഷ്ടിച്ചു, അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്നൊക്കെ എന്തിനാ പറയുന്നത്? ഞാനും നിങ്ങളും ഒക്കെ വായിച്ചിട്ട് നമുക്കതിലൊരു കഥയുടെ ഒരു തന്തുവെടുത്ത് ഇങ്ങനെ മാറ്റി വായനക്കാരെ മുഴുവൻ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ടോ? പിന്നെ എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത്? ഓരോരുത്തർ അവരുടെ കയ്യിലേക്ക് കിട്ടുന്ന ഏത് അസംസ്കൃത വസ്തുവും, വായനയിലൂടെ കിട്ടിയ അസംസ്കൃത വസ്തുക്കൾ അദ്ദേഹം സംസ്കരിച്ച് സ്ഫുടം ചെയ്ത് ഏറ്റവും വലിയ തങ്കമാക്കി മാറ്റി നമ്മളെയെല്ലാം വായിപ്പിച്ചില്ലേ, നമ്മളെയെല്ലാം ആസ്വദിപ്പിച്ചില്ലേ. എനിക്ക് MTയുടെ കഥകളോട്, സിനിമകളോട് പ്രണയമായിരുന്നു. ഇനി MTയുടെ ഭൗതിക സാന്നിധ്യമില്ലാത്ത കോഴിക്കോടിനെ കുറിച്ച് ചോദിച്ചില്ലേ ഹക്കീമേ? എനിക്കൊരു ഭാഗ്യം കിട്ടിയത് മേയറായ ശേഷമാണ് MTയെ നേരിട്ട് കാണാനൊക്കെ അവസരം ലഭിച്ചത്. എന്നോട് പ്രദീപ് പറഞ്ഞു MTയെ പോയി കാണണം. അപ്പോൾ എനിക്ക് എന്തൊരു സന്തോഷമായി. കാരണം എനിക്ക് എത്രയോ അപ്രാപ്യനായ ഒരാളാണല്ലോ എന്ന് കരുതിയിരുന്നിടത്ത് പ്രദീപ് എന്നോട് പറഞ്ഞു ടീച്ചർ MTയെ പോയി കാണണം. അങ്ങനെ ഞാൻ പോയി കണ്ടു. വീട്ടിൽ ചെന്നു. വലിയ സന്തോഷമായി MTക്ക്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ കണ്ണുകളിൽ ഒരുപക്ഷെ അദ്ദേഹം വായിച്ചു കാണും. അദ്ദേഹത്തോടോ എഴുത്തിനോടോ ഒക്കെ എനിക്കുള്ള പ്രണയം. കഥാകാരനല്ലേ, ദിവ്യദൃഷ്ടി ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ കാണാത്തത് മറ്റുള്ളവരിൽ കണ്ടെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു കാണും. അത്രയേറെ ആരാധനയോടെ നോക്കുന്ന എൻ്റെ കണ്ണുകളിൽ അദ്ദേഹം ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരാധികയെ കണ്ടു കാണണം. അത്ര സന്തോഷമായിരുന്നു. സംസാരിക്കുമ്പോഴും ഒക്കെ വളരെ കുറച്ച് സമയം നമ്മൾ അവിടെ സംസാരിച്ചു. അപ്പോൾ എനിക്ക് പേടി, അധിക സമയം സംസാരിക്കാൻ പാടില്ലല്ലോ, അദ്ദേഹത്തിന് കുറച്ച് വയ്യായി വന്ന കാലമല്ലേ. അതിനുശേഷം ഇതുപോലൊരു വേദിയിൽ MTയും ഞാനും, എനിക്ക് ഓർമ്മയില്ല വേദി ഏതാണെന്ന്, നമ്മളിങ്ങനെ അടുത്തടുത്തിരുന്ന് വർത്താനം പറയുമ്പോൾ ഇങ്ങനെ ചേർന്നിരുന്ന് MT വളരെ അപൂർവമായി നമുക്ക് തരുന്നൊരു ചിരിയുണ്ടല്ലോ. അങ്ങനെ ഒരു ചിരിയോടെ ഇങ്ങനെ ഇരുന്നിട്ട് എനിക്ക് മാതൃഭൂമിയിലെ പ്രമോദാണെന്ന് ഞാൻ വിചാരിക്കുന്നു, ഫോട്ടോഗ്രാഫർ പ്രമോദ് ഒരു ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തന്നു. എനിക്ക് തന്നെ അതിശയം തോന്നി. അങ്ങനെ ഒരു നല്ല ചിരിയോടെ ഈ അടുത്ത കാലത്ത് MTയെ നമ്മൾ കണ്ടിട്ടേയില്ല. ഞാനീ പറഞ്ഞതുപോലെ പറയാതറിയുന്ന പ്രണയം, അത് പലർക്കും അത് അനുഭവം ഉണ്ടാവും. ഇവിടെ ഇരിക്കുന്ന എത്രയോ പേർക്ക് അത് അനുഭവം ഉണ്ടാവും. അപ്പോൾ അതൊരു എനിക്കതിനെ എങ്ങനെ വിവരിക്കണമെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അദ്ദേഹത്തെ പോലെ ഉള്ള അത്രയേറെ സർഗാത്മകതയുള്ള, ഭാവനയുള്ള, ഈ പറഞ്ഞ അദ്ദേഹത്തിനുള്ളിൽ നടക്കുന്ന രാസപ്രവർത്തികളെ നമ്മളിലേക്ക് സന്നിവേശിപ്പിച്ച ആ വലിയ കലാകാരൻ്റെ ഭൗതികമായ ഒരു വിയോഗമുള്ള കോഴിക്കോട്, അവിടെ ഏത് സദസ്സിലും, സാഹിത്യ സദസ്സുകളിൽ ഒരു കസേര ഒഴിഞ്ഞു കിടക്കുന്നുണ്ടോ എന്ന് നമ്മളൊരു പക്ഷേ വായിക്കും.
കാണാമറയത്തൊരാൾ അവിടെ ഇരുന്നിരുന്നോ, ഇവർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മളെല്ലാം ചിന്തിക്കുമെന്നതാണ്. കോഴിക്കോട്ടുകാർ മാത്രമല്ല, മലയാളത്തെ വായിക്കുന്ന എല്ലാവരും, കോഴിക്കോട്ടുള്ളവർ പ്രത്യേകിച്ചും ഈ ഒരു വേദിയിൽ ഒരു സാന്നിധ്യമില്ലാതെ പോയല്ലോ എന്ന് ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും ഓർക്കും എന്നുള്ളതാണ്. കാരണം നമ്മളത് കണ്ട് ശീലിച്ചതാണല്ലോ. ഇനി വായിക്കുന്നവർക്ക്, പുതിയ തലമുറയ്ക്കും അദ്ദേഹം എക്കാലവും പ്രചോദനം നൽകുന്ന ഒരു എഴുത്തുകാരൻ തന്നെ ആയിരിക്കും. അതുകൊണ്ട് MT ഇല്ല എന്ന് വെച്ചാൽ ആ ഒരു സാന്നിധ്യം കാണാൻ കഴിയുന്നില്ല എന്നേ ഉള്ളൂ ഹക്കീമേ. നമ്മളെല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ അത് തൊട്ടറിയുന്നുണ്ട്. നമ്മളൊരു സിനിമ കാണുമ്പോൾ, നമ്മൾ കവിത വായിക്കുമ്പോൾ, കഥാപാത്രങ്ങളെപ്പറ്റി വായിക്കുമ്പോൾ, കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ കോറിയിട്ട കുറേയേറെ വാചകങ്ങളുണ്ട്. ജീവിതത്തിൽ നമ്മൾ ഓരോ സമയത്തും ഉറക്കെ പറയാതെ ഉള്ളിൻ്റെ ഉള്ളിൽ വിളിച്ചു പറയുന്ന ചില വാചകങ്ങളുണ്ട്, ചില കഥാപാത്രങ്ങളുണ്ട്. അതുകൊണ്ട് MT ഇവിടെ ഉണ്ട് നമ്മുടെ കൂടെ എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. എന്താവണം ഒരു എഴുത്തുകാരൻ്റെ രാഷ്ട്രീയം, എന്താണ് എഴുത്തുകാരൻ്റെ രാഷ്ട്രീയം എന്നതൊക്കെ കേരളത്തിൽ എക്കാലവും ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. MT പൊതുവെ നമ്മുടെ ദൈനംദിന രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ആളോ അത്തരം കാര്യങ്ങൾ പ്രതികരിക്കുന്ന ആളോ ഒന്നും അല്ലായിരുന്നു എന്ന് നമുക്കറിയാം. പക്ഷേ MTയുടെ ഒരു എഴുത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് ഏറെ ചർച്ചകൾ നടന്നിട്ടുമുണ്ട്. കോഴിക്കോട്ട് ഏറ്റവും പൊതുപ്രവർത്തന രംഗത്ത് ഏറ്റവും സജീവമായിട്ടുള്ള പ്രദീപ് കുമാർ, നമ്മുടെ എല്ലാവരും പ്രിയപ്പെട്ട പ്രദീപേട്ടൻ, വലിയ ഒരു ബന്ധം MTയുമായും MTയുടെ ഒരുപാട് പ്രവർത്തനങ്ങളുമായൊക്കെ സൂക്ഷിച്ചിട്ടുള്ള ആളാണ്. പ്രദീപേട്ടൻ്റെ നേതൃത്വം കൊടുത്ത ഒട്ടേറെ പൊതുപ്രവർത്തന കാര്യങ്ങളിൽ MTയുടെ സഹകരണമൊക്കെ നേതൃത്വമൊക്കെ ഉണ്ടായ അനുഭവങ്ങളും ഉണ്ടാവും. തീർച്ചയായും MT എന്ന രാഷ്ട്രീയക്കാരൻ എന്നുള്ള ഇൻവെർട്ടഡ് കോമയിലാണ് MTയുടെ ഒരു രാഷ്ട്രീയ ബോധത്തെ എങ്ങനെയാണ് പ്രദീപേട്ടൻ വിലയിരുത്തുന്നതോട് കേൾക്കുന്നത് കൗതുകരമായിരിക്കും തോന്നുന്നു. ഈ MT ഇല്ലാത്ത ഒരു കോഴിക്കോട് നമ്മളിരിക്കുകയാണ്. കഴിഞ്ഞ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ MTയുടെ വളരെ സജീവമായിട്ടുള്ള സാന്നിധ്യം ഉണ്ടായതാണ്. അപ്പോൾ അദ്ദേഹം അവിടെ ഇരിക്കുന്നത് തന്നെ, ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അദ്ദേഹം വന്നിട്ടുണ്ട്, വരാത്ത ഫെസ്റ്റിവൽ ഉണ്ടായിട്ടുണ്ട്, വന്നതുണ്ടായി. പക്ഷേ നമ്മുടെ ഫെസ്റ്റിവലിന് മാത്രമല്ല, ഇവിടുത്തെ ഏതൊരു കലാസാംസ്കാരിക രംഗത്തുള്ള പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം അവിടെ ഇരിക്കുന്നുണ്ട്, കൊട്ടാരം റോഡിൽ ഇരിക്കുന്നുണ്ടെന്ന് കണ്ടാൽ തന്നെ അതിലൊരു ഊർജ്ജമായിട്ട് നമുക്ക് അനുഭവപ്പെടാറുണ്ട് എല്ലാ കാലത്തും. ഞാനൊരു വിദ്യാർത്ഥി ജീവിതകാലം മുതൽ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനമൊക്കെ ആയിട്ട് നടക്കുന്ന MTയുമായിട്ട് ഇടപഴകാൻ അവസരം ലഭിച്ച ആളാണ്. അത് പിന്നീട് ആ ഒരു ബന്ധം, അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹവും വാത്സല്യമൊക്കെ നന്നായി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ പിന്നീടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും. ഇപ്പോൾ ഇരിക്കുമ്പോൾ തോന്നുന്ന ചില ഘട്ടത്തിൽ കുറേ നാൾ ചെല്ലാതിരുന്നാൽ MT കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, പ്രദീപ് കുറച്ച് നാളായല്ലോ കാണുന്നില്ലല്ലോ, ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ഇത്രയേ ഉള്ളൂ, 2 വാചകമാണ്. അപ്പം അതിനർത്ഥം പലപ്പോഴും MT നമ്മളെ ആരെങ്കിലും ചെല്ലുന്നത് ഇഷ്ടമല്ല എന്നൊക്കെ ഉള്ളൊരു തോന്നലായിരിക്കുമല്ലോ. അങ്ങനെയല്ലായിരുന്നു. അപ്പോൾ MTയോടൊപ്പമൊക്കെ കുറേ കൂടെ സമയം ചെലവഴിക്കാനുള്ള അവസരവും സാധ്യതയുണ്ടായിട്ട് അത് നമ്മൾ ആഗ്രഹിക്കുന്ന അത്ര ആയില്ലല്ലോ എന്നുള്ള ഖേദമുണ്ട്. എന്നാലും ഏത് നിർണായക ഘട്ടത്തിലും പലപ്പോഴുമായിട്ട് പോകും. അദ്ദേഹം അപ്പുറത്തെ ഫ്ലാറ്റിലിരുന്ന് എഴുതുന്ന സമയത്ത് പോലും വൈകുന്നേരങ്ങളിൽ ചിലപ്പോൾ ചെന്നിരുന്ന സംസാരിക്കും. അപ്പോൾ ഇവിടെ MT എന്ന സാഹിത്യകാരനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ചും സാഹിത്യ സാംസ്കാരിക രംഗത്തെ സംഘാടകൻ എന്ന MTയെക്കുറിച്ചൊക്കെ ഇവിടെ ഇപ്പോൾ നേരത്തെ സച്ചിമാഷും ബഷീർ സാറും അതുപോലെ മേയറും ഒക്കെ പറഞ്ഞു. ഞാനത് പറയാൻ പ്രാപ്തനായിട്ട് ആളുമല്ല. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. പൊതുവെ വായിക്കുന്ന ഒരു ആസ്വാദകൻ എന്ന നിലയിൽ നമ്മളെ എല്ലാവരും ഇവിടെ ഇരിക്കുന്നവരെ പോലുള്ള ഒരാൾ മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ സാഹിത്യകൃതികളിലും സൂക്ഷ്മ വായനയിൽ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയമായിട്ട് നമുക്ക് നിർദ്ധാരണം ചെയ്തെടുക്കാവുന്ന കാര്യങ്ങളുണ്ട്. സമൂഹത്തെ പുറകോട്ട് നയിക്കുന്നതല്ല, മുന്നോട്ട് നയിക്കുന്ന അല്ലെങ്കിൽ മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയം, MTയുടെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ സാഹിത്യകൃതികളിൽ നിന്നും ഖനനം ചെയ്തെടുക്കാൻ കഴിയും. പക്ഷേ അതിനിയും നടക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ MT അന്തരിച്ചതിന് ശേഷവും അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം തികഞ്ഞ ഒരു അരാഷ്ട്രീയവാദിയാണ് എന്ന നിലയിലുള്ള അവതരണങ്ങൾ നമ്മുടെ ചാനലുകളിൽ അതുപോലെ പിന്നെ വിലയിരുത്തലുകാർ ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു. ഒരുപാട് കേട്ടു. അദ്ദേഹത്തിന് ഒരു പൊളിറ്റിക്സും ഇല്ല, ഒട്ടും ശരിയായ കാര്യമല്ല. അദ്ദേഹം ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ അംഗമോ അതിൻ്റെ നേതാവോ അല്ലെങ്കിൽ അതിനു വേണ്ടി മാത്രം നിന്നും ആളെന്നല്ല.
അന്ന് അദ്ദേഹത്തിൻ്റെ ഒരു മഹത്വം, ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അതൊരു മഹത്തായ കാര്യമാണ് എന്ന് അംഗീകരിച്ചു എന്നുള്ളതാണ് MTയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഷ്ട്രീയമെന്ന് നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ജനാധിപത്യ വ്യവസ്ഥയിൽ രാഷ്ട്രീയ പാർട്ടികളോ അവരെ കൂട്ടുകെട്ടുകളാണ് രാജ്യം ഭരിക്കുന്നതും നാടിനെ നയിക്കുന്നതും നമ്മുടെ ഭാവിയെ ബാധിക്കുന്ന നയങ്ങൾ ആവിഷ്കരിക്കുന്നതും. അതിൽ കൊള്ളരുതായ്മകളുണ്ടാകും, അതിനെ വകതിരിച്ചു മാറ്റണം. എന്നാൽ രാഷ്ട്രീയത്തെ ശക്തിപ്പെടണം. രാഷ്ട്രീയത്തിലേക്ക് നല്ല നല്ല വ്യക്തിത്വങ്ങൾ, നല്ല കഴിവുള്ളവർ, ഭാവനയുള്ളവർ എല്ലാം വരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിൻ്റെ മഹത്വം ഉയർത്തിപ്പിടിക്കാൻ കഴിയണം, കൊള്ളരുതായ്മകളെ മാറ്റാം. അത് MT ഉയർത്തിപ്പിടിച്ചിരുന്നു. നമ്മുടെ സാഹിത്യ രംഗത്തുള്ള ആളുകളിൽ വലിയ സാഹിത്യകാരന്മാരായ ആളുകളോ ബുദ്ധിജീവികളെന്ന് പറയുന്നവർ നമ്മുടെ ഈ മാധ്യമങ്ങളുടെയൊക്കെ തന്നെ പ്രലോഭനത്തിന് വിധേയമായി പലപ്പോഴും രാഷ്ട്രീയത്തെ ഇകഴ്ത്തി ചവിട്ടിക്കുഴച്ച് ഒരു വസ്തുനം കൊള്ളാത്ത ഒരു സംഭവമാണ് എന്ന് ചിത്രീകരിക്കുന്നത് എത്രയോ സന്ദർഭങ്ങളുണ്ടായിട്ട്, ഒറ്റപ്പെട്ട വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ഇപ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയ മുന്നേറ്റങ്ങളോ വഹിച്ച പങ്കിനെയൊക്കെ ഇകഴ്ത്തി സമൂഹത്തെ അരാഷ്ട്രീയവൽക്കരിക്കുന്ന കാര്യത്തിൽ ഇവിടുത്തെ കോർപ്പറേറ്റ് മാധ്യമങ്ങളുടെ അജണ്ടയ്ക്ക് തലവെച്ച് കൊടുക്കുന്ന എത്രയോ സാഹിത്യകാരന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അവിടെ MTയെ സ്പർശിക്കാൻ പറ്റിയിട്ടില്ല. MT രാഷ്ട്രീയത്തിൻ്റെ മഹത്വം ഉയർത്തിപ്പിടിച്ചു. ഈ വൈകാരിക പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കെണിയിൽ വീഴ്ത്താൻ പോയവർക്കൊക്കെ നിരാശരാകേണ്ടി വന്നു. അത് വിശദാംശങ്ങൾ ഞാൻ പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അദ്ദേഹം രാഷ്ട്രീയത്തിൻ്റെ മഹത്വം അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹം പ്രകടമായിട്ട് പല പ്രശ്നങ്ങളിൽ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന് വേണ്ടി, രാഷ്ട്രത്തിന് വേണ്ടി, മനുഷ്യ സമൂഹത്തിൻ്റെ അഭ്യുന്നതിക്ക് വേണ്ടി, വിമോചനത്തിന് വേണ്ടി നടത്തുന്ന ഇടപെടലുകളോ പ്രവർത്തനങ്ങളുമാണ്. അതൊരു മഹാനായ സാഹിത്യകാരൻ ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമെന്നില്ല. നിർണായക ഘട്ടങ്ങളിൽ സമൂഹം സ്തംഭിച്ചു നിൽക്കുമ്പോൾ അതിനെ മുന്നോട്ട് നയിക്കാൻ തൻ്റെ ഒരു വാക്കോ ഒരു സാന്നിധ്യമോ ആവശ്യമുണ്ടെന്ന് വരുമ്പോൾ അതിൽ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് സമൂഹത്തിന് വേണ്ടി. അതാണ് രാഷ്ട്രീയം. അത് MT ചെയ്തിട്ടുണ്ട് എല്ലാ കാലത്തും. ഇപ്പോൾ ആണവ നിലയത്തിൻ്റെ ഇഷ്യൂവിൽ പ്രത്യക്ഷമായി സമരരംഗത്ത് വന്ന MTയെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ വർഗീയവാദികൾ ഈ മാറാട് കലാപഭൂമിയാക്കി നമ്മുടെ ഈ കോഴിക്കോടിൻ്റെ മതനിരപേക്ഷതയുടെ മഹാപാരമ്പര്യമുള്ള കോഴിക്കോടിനെ മാത്രമല്ല കേരളത്തെ മുഴുവൻ ശരിപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ ഉയർന്നു വന്ന മതനിരപേക്ഷ പ്രതിരോധത്തിൻ്റെ അമരത്ത് MT ഉണ്ടായിരുന്നു. അദ്ദേഹം കേരളത്തിൽ പലയിടങ്ങളിലും നടന്ന് അന്നത്തെ ഈ മാനവ സൗഹാർദ്ദ കൂട്ടായ്മകളിൽ സംസാരിക്കുകയും അങ്ങനെയുള്ളൊരു പ്രതിരോധം ഉണ്ടാക്കാൻ നേതൃത്വം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് രാഷ്ട്രീയം. പ്രത്യക്ഷമായി തന്നെ രാഷ്ട്രീയമായിട്ട് നിലപാട് നിങ്ങൾക്ക് കാണാം. അതായത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു സമരമുഖത്ത് നേരിട്ട് MTയെ പങ്കെടുപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഒരു സർക്കാർ പൊതുവിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കാതിരുന്നൊരു കാലത്ത് സർക്കാർ ഒരു ഉത്തരവ് കൊടുക്കുകയാണ്, ഒരു മാനേജ്മെൻറ്റ് സ്കൂൾ അടച്ചുപൂട്ടാൻ. ഇവിടുത്തെ മലാപ്രഭ സ്കൂൾ, ആ ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ ആ മാനേജർ ബുൾഡോസർ വെച്ച് ഒരു ദിവസം ഇത് പൊളിക്കുകയാണ് സ്കൂൾ. ജനങ്ങളൊക്കെ ഓടിക്കൂടി വലിയ സമരം ആരംഭിച്ചു. ഞങ്ങളൊക്കെയാണ് ആ സമരത്തിൽ സജീവമായി ഉണ്ടായിരുന്ന ആളുകൾ, അധ്യാപകരും വിദ്യാർത്ഥികളൊക്കെ ഉണ്ട്, സമൂഹമാകെയുണ്ട്. ആ സമരത്തിൽ MT പ്രത്യക്ഷമായി പങ്കെടുത്തുകൊണ്ട് അത് ഗംഭീരമായ പ്രസംഗം നടത്തി അവിടെ. പിന്നീട് എപ്പോൾ കാണുമ്പോൾ ചോദിക്കുകയായിരുന്നു, അല്ല നമ്മുടെ എന്താ ഈ സ്കൂൾ, മലാപ്പറമ്പ് സ്കൂൾ. അപ്പം പിന്നെ അത് സർക്കാരിനെ കൊണ്ട് ഏറ്റെടുപ്പിച്ചു. ഇപ്പം നല്ല പ്രൈമറി സ്കൂളായി ഗംഭീരമായിട്ടുള്ള വാസ്തുശില്പ മികവുള്ള ഒരു ക്യാമ്പസൊക്കെ രൂപപ്പെടുത്തി അവിടെ ഇരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷിക്കും. പക്ഷേ അതിൻ്റെ ഒരു ഔപചാരിക ഉദ്ഘാടനം ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. കാരണം അതിൻ്റെ ഒരു ചെറിയ ഭാഗം ലാൻഡ്സ്കേപ്പിംഗ് അങ്ങനെയുള്ള ചില ഭാഗം ബാക്കിയുള്ളതുകൊണ്ട് MTയുടെ സാന്നിധ്യത്തിൽ അത് നിർവഹിക്കണം, അല്ലെങ്കിൽ MTയെ കൊണ്ട് നിർവഹിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചാൽ നമ്മൾ. പക്ഷേ അത് സാധിച്ചില്ല. ഇത്തിരി പണി കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ ആ സമരത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ഇതേപോലുള്ള നിരവധി സന്ദർഭങ്ങൾ, ഇപ്പോൾ ആദിവാസികൾക്കെതിരെ ഭരണകൂടം നടത്തിയ ആക്രമണങ്ങൾ, ഭീകരത ഇവിടെ നടപടിയുണ്ട് കേരളത്തിൽ. അവിടെ MT ഉണ്ടായിരുന്നു. ഇതാണ് രാഷ്ട്രീയം. അദ്ദേഹത്തിന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ എന്നല്ല, സമൂഹത്തെ പുരോഗതിയിലേക്ക്, പുരോഗമനത്തിലേക്ക് നയിക്കാൻ ഉതകുന്ന നിലപാടുകൾ, പിന്നെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിനായി, അതുപോലെ വർഗീയതയ്ക്കും തീവ്രവാദത്തിനും എതിരായിട്ടെല്ലാമുള്ള ശക്തി നിലപാടുകൾ. ഇവിടെ പലരെയും ഈ പറഞ്ഞ ഇത്തരം തീവ്രവാദ ആശയങ്ങളൊക്കെ അല്ലെങ്കിൽ അവരുടെ ചില സ്വാധീന വലയത്തിലുള്ള മാധ്യമങ്ങളൊക്കെ പലരെയും പർച്ചേസ് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ. നമ്മുടെ സാഹിത്യ രംഗത്തുള്ള ഒരു ആൾക്കാരെയൊക്കെ സ്വാധീനിച്ച് കളഞ്ഞിട്ടുണ്ടല്ലോ. അവിടെയൊന്നും MTയെ സ്പർശിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്.
ഞാൻ ഓർക്കുന്നത് കഴിഞ്ഞ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ശ്രീ എൻ ഇ സുധീർ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു വൈകുന്നേരം. അതിഗംഭീരമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആണ്. അത് MTയുടെ ജീവിതം, അതുപോലെ പിന്നെ കുടുംബം, അമ്മ, സാഹിത്യം. അതിൽ അദ്ദേഹം അവസാനം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു. ആ ചോദ്യത്തിൽ അതായത് MT ഒരുപാട് രാഷ്ട്രീയ നേതാക്കളെ, ഭരണാധികാരികളെയൊക്കെ പരിചയപ്പെടുകയും ഇടപെടുകയും ചെയ്തിട്ടുണ്ടല്ലോ. MTക്ക് ഏറ്റവും ഇഷ്ടം തോന്നി, അല്ലെങ്കിൽ MTക്ക് ഏറ്റവും അടുപ്പം തോന്നിയിട്ടുള്ള പിന്നെ നേതാവ് ആരാണ്, ഈ ഒരു രാഷ്ട്രീയ വ്യക്തിത്വം എന്ന ചോദ്യം ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അതങ്ങനെ പറയാനാവില്ല, അങ്ങനെയൊന്നും അങ്ങ് പറയാനാവില്ല എന്നിങ്ങനെ ഗൗരവമായിട്ട് പറഞ്ഞു. പലരെയും ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പറയണം, എനിക്ക് ഏറ്റവും ആരാധന തോന്നിയത് AKGയോടാണ് എന്ന് പറയുന്നത്. എനിക്ക് ഏറ്റവും ആരാധന തോന്നിയ വ്യക്തിത്വം AKG ആണെന്ന് പറയുകയും, പിന്നീട് കാരശ്ശേരി മാഷുമായിട്ട് അതിന് മുമ്പ് നടന്ന ഒരു അഭിമുഖത്തിൽ കമ്മ്യൂണിസത്തോട് തനിക്ക് ആരാധന തോന്നിയിട്ടുണ്ടെന്ന് പറയുകയും, ഒരു ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇല്ലായിരുന്നെങ്കിൽ എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അത് കേരളത്തിൻ്റെ സാമൂഹ്യ പുരോഗതിയിൽ പുരോഗമന പ്രസ്ഥാനങ്ങൾ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമൊക്കെ വഹിച്ച പങ്കിനെ വസ്തുനിഷ്ഠമായി വിലയിരുത്തുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളാണ്. അതിനർത്ഥം അദ്ദേഹം ആ പ്രത്യേക പാർട്ടിയുടെ ആളാണോ, അങ്ങനെയൊന്നുമല്ല. എന്താണോ സമൂഹത്തെ മുമ്പോട്ട് നയിക്കാൻ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി ആരാണോ കാര്യങ്ങൾ ചെയ്യുന്നത് അതിനെ പിന്തുണക്കുക എന്നുള്ള രാഷ്ട്രീയം തന്നെയാണ്. ഒരു പ്രത്യേക ഇതായിട്ടുള്ളതല്ല. എനിക്ക് അദ്ദേഹത്തിൻ്റെ MLA ആയിരിക്കാൻ, അദ്ദേഹത്തിൻ്റെ ജീവിക്കുന്ന പ്രദേശത്തെ MLA ആയിട്ട് 15 വർഷം ഇരുന്ന ആളാണ് ഞാൻ. എല്ലാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹമായിട്ട് ചെന്ന് അനുഗ്രഹം വാങ്ങിയിട്ടാണ്, MTയെ കണ്ട അനുഗ്രഹം വാങ്ങിയിട്ടാണ് പിന്നെ നമ്മൾ ഇലക്ഷൻ പ്രവർത്തനം ആരംഭിക്കുന്നത്. അതിലാദ്യത്തെ ഒരു ഘട്ടത്തിൽ എനിക്ക് എതിരായി മത്സരിച്ച ഒരാളും വളരെ അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ആളായതുകൊണ്ട് ഞാൻ പോയി വിഷമിപ്പിക്കരുതെന്ന് ധരിച്ചു. പക്ഷേ അതിൽ പോലും അദ്ദേഹം രാഷ്ട്രീയമായിട്ടല്ല, രാഷ്ട്രീയ രംഗത്ത് പിന്നെ തിരഞ്ഞെടുക്കപ്പെടണമെന്നുള്ളതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രകടമായിട്ട് മറ്റു സുഹൃത്തുക്കളോട്. പിന്നീട് ഒരു ഘട്ടത്തിൽ ഒരു ഇലക്ഷനിൽ പരസ്യമായി തന്നെ പിന്നെ പറഞ്ഞു. അതിനർത്ഥം ഞാൻ പ്രതിദാനം ചെയ്തൊരു പാർട്ടി എന്ന നിലയിലല്ല, പക്ഷെ അദ്ദേഹം നിലപാടുകൾ പറയുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പിന്നെ ഒരു കാൻഡിഡേറ്റ് എന്ന നിലയിൽ അനുകൂല നിലപാടെടുത്ത അനുഭവമൊക്കെ എനിക്കുണ്ട്. പക്ഷെ ഞാനതാ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ വിശകലനം ചെയ്യുമ്പോൾ സമൂഹത്തെ മുമ്പോട്ട് നയിക്കാനുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. വളരെ കൃത്യമായി ഇക്കാര്യം പ്രതിഭട്ടൻ സൂചിപ്പിച്ചു. നമ്മുടെ ഒരു ഫോർമാറ്റ് വെച്ച് ഒരു 10 മിനിറ്റ് കൂടിയാണ് സമയമുള്ളത്. ഇതിലൊരു സംവാദ സാധ്യതയുള്ള ഒരു വിഷയം അല്ലെങ്കിൽ പോലും ഓഡിയൻസിന് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് 1-2 ആളുകൾക്ക് സംസാരിക്കാം. സച്ചി മാഷക്ക് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. 2-3 മിനിറ്റ് മാഷക്കും സംസാരിക്കാനുള്ള അവസരം ഉണ്ടാവും. ബാക്കിയുള്ളവർക്കും പ്രത്യേകിച്ചൊന്നും പറയാനില്ലെങ്കിൽ ഓഡിയൻസിന് മൈക്ക് ടു. ഞാൻ പൊതുവായിട്ടാണ് ചോദിക്കുന്നത്. ഞാൻ ഈ MTയുടെ വിമർശനത്തിന് അതീതമല്ലാത്ത ആരുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ദൈവത്തെ പോലും വിമർശിക്കണം എന്ന് പറയുന്ന ആളാണ്. നിർമാല്യത്തിൽ അതിലൊരു ക്യാരക്ടർ, ഞാൻ തുടങ്ങിയിട്ടാണ് വന്നത്, പൊതുവായിട്ട് പറയണത്. അതിലൊരു ക്യാരക്ടർ എന്ന് പറയുന്നത്, അതിൽ മുസ്ലിം വിരുദ്ധത ഒരു ക്യാരക്ടർ, മുസ്ലിമായിട്ട് വരുന്ന ആളാണ് പലിശയ്ക്ക് കൊടുക്കുന്നത്. അത് എത്രമാത്രം MTയുടെ മനസ്സിൽ അങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു പൊതുവായിട്ട് ചോദിച്ചാണ്. ആ ഒരു ക്യാരക്ടർ മുസ്ലിം ക്യാരക്ടറാക്കാൻ എന്താണ് അതിൻ്റെ ഒരു കാരണം? വേറെ എത്രയോ ആളുകളുണ്ട് ഈ ജാതിയിൽ, ഉപജാതികളുണ്ട്, ഹിന്ദുക്കളല്ല ഉപജാതികളും ജാതികളും വർണ്ണാശ്രമം. ചോദ്യം ക്ലിയർ ആണ്. ആരോടാണെന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ? അതിപ്പോ ഞാൻ തുടങ്ങിയിട്ടാ വന്ന ഈ ഡിസ്കോസ് തുടങ്ങിയിട്ടാ വന്നത്. അത് കാരണം ആരെങ്കിലും പറഞ്ഞു MTയുടെ സാഹിത്യത്തെ മുഴുവനായി മെഴുകേറി പരിശോധിക്കുന്ന, വിമർശനാത്മകമായി വിലയിരുത്തുന്ന ഒരു സെഷനായിക്കൊണ്ടല്ല ഈ സെഷൻ നടത്തിയത് എന്നും, MT എന്ന മഹാനായ എഴുത്തുകാരൻ ഇല്ലാതായ ശേഷം, ഭൗതികമായി അദ്ദേഹം ഇല്ലാതായ ശേഷം കോഴിക്കോട് നടന്ന ആദ്യത്തെ KLF-ൽ അദ്ദേഹം ട്രിബ്യൂട്ട് ആയിക്കൊണ്ടാണ് ഈ സംവാദം എന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഈ തരം വിഷയയുടെ ചർച്ചയ്ക്ക് എടുക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. എങ്കിൽ പോലും ഒരു ഓഡിയൻസിൻ്റെ ഭാഗത്ത് വന്നൊരു ചോദ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിവാദങ്ങൾ അല്ലെങ്കിൽ ഇത്തരം സംസാരങ്ങളൊക്കെ പലപ്പോഴും പല എഴുത്തുകാർക്ക് നേരെയും ദുർബലമായ രീതിയിൽ പലരും ഉണ്ടാക്കിക്കൊണ്ടുവരികയും അതൊന്നും കേരളത്തിൻ്റെ ഉത്ഭുതമായ വായനാ സമൂഹം ഏറ്റെടുക്കാതെ തള്ളിക്കളയുകയും ചെയ്തത് തന്നെയാണ്. MT എന്ന ഒരു വലിയ പർവ്വതത്തിന് നേരെ എറിയുന്ന ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചു കല്ലുകൾ ആരും അവനെ ശ്രദ്ധിക്കാൻ പോകുന്നില്ല, അവഗണിക്കപ്പെടുക തന്നെയാണ് ചെയ്യുക എന്ന് ഇത്തരത്തിലുള്ള വർഗീയ സ്വത്വവാദപരമായ വാദങ്ങൾക്ക്
കേരളത്തിൽ, മതനിരപേക്ഷ കേരളത്തിൽ, സാഹിത്യ കേരളത്തിൽ MT പോലെയുള്ള മഹാനായ എഴുത്തുകാരുടെ മുമ്പിൽ നിലനിൽപ്പില്ല എന്നുകൂടി ഈ ഒരു പാനലിന് വേണ്ടി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി വളരെ നല്ല രീതിയിൽ ഓഡിയൻസ് അവിടെ എത്തിച്ചേർന്നു. എന്തായാലും ഒരു കാര്യം നമുക്കറിയാം, 2016 ആദ്യത്തെ KLFൻ്റെ ഉദ്ഘാടകൻ MT ആയിരുന്നു. ഇന്ന് 2025 നിൽക്കുമ്പോൾ MTയുടെ അഭാവത്തിൽ നടന്ന ഈ KLFൻ്റെ തുടക്കം തന്നെ എങ്ങനെയായി തീർന്നു. നമുക്ക് MTയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ അത് വെച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സച്ചി മാഷ് തന്നെ ഒറ്റ മിനിറ്റ് കൊണ്ട് ഇത് അവസാനിപ്പിക്കും. ഒരേ ഒരു മിനിറ്റ്. MTയെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദീർഘമായ അപഗ്രഥനത്തിനോ പ്രഭാഷണത്തിനോ ഒന്നുമല്ല. ഞാൻ പറയാൻ വിട്ടുപോയ 1-2 കാര്യങ്ങളിലൊന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ്. ഒന്ന്, MTയുടെ തലമുറ എന്ന് തന്നെ പറയാം. T പത്മനാഭനും MT വാസുദേവൻ നായരും മാധവിക്കുട്ടിയും ഒക്കെ ഉൾപ്പെട്ട തലമുറ ആഖ്യാനത്തിൻ്റെ ഭാഷയെ ഭാവഗീതാത്മകമാക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അതായത് ആഖ്യാന ഗദ്യത്തെ കാവ്യാത്മകമാക്കുക എന്ന് കുറച്ചുകൂടി ലളിതമാക്കി വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിൻ്റെ ഗദ്യത്തിൽ മുഴുവൻ തന്നെ കവിതയുടെ ഒരു അടിയൊഴുക്ക് കാണാം. രണ്ടാമത് MTയുടെ ഭാവന ഒരു ദൃശ്യഭാവനയായിരുന്നു എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരു വിഷ്വൽ ഇമാജിനേഷൻ. അതായത് നോവലുകളിലും കഥകളിലും സിനിമകളിലും സ്ക്രിപ്റ്റുകളിലും എല്ലാം കാണുന്നത് ഈ തരത്തിൽ നമ്മുടെ മുമ്പിൽ കാണുന്ന പോലെയാണ്. ഓരോ കാര്യങ്ങളെയും കഥാപാത്രങ്ങളെയും സന്ദർഭങ്ങളെയും ഒക്കെ തന്നെ അദ്ദേഹം അവതരിപ്പിച്ചു പോന്നിട്ടുണ്ട്. മൂന്നാമത്, അദ്ദേഹം ഒരു കലാപകാരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ എഴുത്തിനെ കാരണം അദ്ദേഹം പൊതുവെ ഒരു ശാന്തനായ വ്യക്തിയായതുകൊണ്ട് നാം ആ രീതിയിൽ അപഗ്രഥിച്ചിട്ടില്ല. അങ്ങനെ അപഗ്രഥിക്കണം എന്ന അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. അത് അസുരവിത്തായാലും നാലുകെട്ടായാലും അതൊന്നും നൊസ്റ്റാൾജിയയുടെ അല്ല, ഗൃഹാതുരത്വത്തിൻ്റെ ഉദാഹരണങ്ങളായിട്ടല്ല എടുക്കേണ്ടത്. അതിലെല്ലാം നിലനിന്ന വ്യവസ്ഥയ്ക്കെതിരെ ഉയർന്നു വരുന്ന ഒരുപാട് ശബ്ദങ്ങളുണ്ട്. അത് 2-ാം ഊഴത്തിലുണ്ട്. അതിനെക്കുറിച്ച് പ്രിയപ്പെട്ട ബീന പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കൗണ്ടർ തിങ്കിങ്, ഒരു വിചിന്തനം അദ്ദേഹത്തിൻ്റെ കരിയറിൽ, കഥയായാലും നോവലായാലും സിനിമയായാലും ഇതിലെല്ലാം തന്നെ അത്തരത്തിലുള്ള ഒരു കാര്യമുണ്ടായിരുന്നു. ഈ 3 കാര്യങ്ങളൊന്ന് കൂട്ടിച്ചേർക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. കൃത്യസമയത്ത് തന്നെ ഇത് അവസാനിപ്പിക്കുകയാണ്. ഈ പങ്കെടുത്ത മുഴുവൻ പാനലിസ്റ്റുകൾക്കും എല്ലാ പങ്കാളികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് 1-ാമത്തെ സെഷൻ അവസാനിച്ചറിയിക്കുന്നു. താങ്ക് യു.